എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ ജോലി നമുക്ക് മറ്റ് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വെറും 10ാം ക്ലാസ് യോഗ്യതയിൽ നമുക്ക് സ്വന്തമാക്കാൻ ഒരു അവസരം വന്നിട്ടുണ്ട്. അപ്പോൾ അർഹരായവരെല്ലാവരും പരമാവധി ഈ അവസരം പ്രയോജനപ്പെടുത്തി അപേക്ഷിക്കാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ കൈവന്നിട്ടുള്ളത്. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വകുപ്പ് ഇപ്പോൾ ഗ്രാമീൺ ടാക്സ് സേവക് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മിനിമം 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിൽ ഗ്രാമീൺ ടാക്സ് സേവക് തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മൊത്തം 21,413 ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. പരീക്ഷയില്ലാതെ ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ ജോലിക്ക് ഓൺലൈനായിട്ട് നമുക്ക് 2025 ഫെബ്രുവരി 10 മുതൽ 2025 മാർച്ച് 3 വരെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. നമുക്ക് വിവിധ റിസർവേഷനുകൾ അനുസരിച്ച് നമുക്ക് ഒഴിവുകൾ നിജപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സംവരണം കിട്ടാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ നമ്മൾ മെയിൻ കേന്ദ്രങ്ങളായിട്ട് സെലക്ട് ചെയ്ത് അപേക്ഷിക്കുവാൻ ശ്രമിക്കുക. ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് മാക്സിമം ഏജ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് 40 വയസ്സാണ്. മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. അതുപോലെ തന്നെ SC ST OBC മറ്റ് വിഭാഗക്കാർക്ക് അവരുടേതായ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള പ്രായയിളവുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ആണ്. SSLCയോടൊപ്പം നമുക്ക് ബേസിക് കമ്പ്യൂട്ടർ നോളജും അതുപോലെ തന്നെ സൈക്ലിംഗ് നോളജും ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ SSLC നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷും ഗണിതവും നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് പാഠ്യ വിഷയങ്ങളിൽ ഉൾപ്പെടണം. അതുപോലെ തന്നെ നമുക്ക് അപേക്ഷാ ഫീസ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് 100 രൂപയാണ് ഇതിൽ അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. 100 രൂപ SC ST അതുപോലെ തന്നെ SC ST മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് ഇതിൽ ഈ അപേക്ഷാ ഫീസ് വരുന്നില്ല. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും ഇതിൽ അപേക്ഷാ ഫീസ് നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നതല്ല. ഇതിൻ്റെ പേയ്മെൻറ്റ് മോഡ് നമുക്ക് ഓൺലൈനായിട്ട് മാർച്ച് 3 മുമ്പ് 2025 മാർച്ച് 3 മുമ്പ് തന്നെ നമ്മൾ കൃത്യമായി അടയ്ക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ www.indiapost.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തുടർന്ന് നമുക്ക് ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അവിടെ നമുക്ക് ഏത് തസ്തികകളിലേക്കാണ് അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ നമുക്ക് പരിശോധിച്ച് നൽകാവുന്നതാണ്. തുടർന്ന് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നൽകി സൈനപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്ത് നമുക്ക് ഘട്ടമെന്ന് പറയുന്നത് ഫീസ് അടയ്ക്കേണ്ടതാണ്. നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൺലൈനായിട്ട് ഫീസ് അടച്ച ശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത പ്രിൻ്റ് ഔട്ട് നമ്മൾ എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ വ്യക്തമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാര്യം സംവരണം ഉള്ള നമുക്ക് റീജിയനുകളിൽ വച്ച് കഴിഞ്ഞാൽ കൂടുതൽ ജോലി സാധ്യത നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വേക്കൻസി ഉള്ള മേഖലകളിലും അതിൻ്റേതായ നമുക്ക് ഗുണമുണ്ടാവും. അതുപോലെ മറ്റൊരു കാര്യമാണ് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞ യോഗ്യതകൾ, പ്രായപരിധി, വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇതിൽ ഏതെങ്കിലും മാറ്റം വന്നാൽ നിങ്ങളുടെ അപേക്ഷ നിരസിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ കൃത്യമായ ഫോൺ നമ്പരും ഇമെയിൽ ഐഡിയും മറ്റ് വിവരങ്ങളും കൊടുക്കുക. പിന്നെ കൃത്യമായ ജനനത്തീയതി കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ പൂരിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ യോഗ്യത സെയിം ആണെങ്കിൽ നമുക്ക് പ്രായപരിധിയിൽ നമുക്ക് ഇളവുണ്ട്. അപ്പം ആ പിന്നോക്ക സമുദായത്തിൽപ്പെടുന്നവർ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഈ രീതികളെല്ലാം ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് അപേക്ഷിച്ച് നിങ്ങൾ ഇത്രയും വേഗം തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.